പ്രിയമുള്ളവരെ, വചനജ്വാല 1005 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 1 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിട്ടുള്ള ഒരു മാസം. ഇന്നു മുതൽ നമ്മളുടെ വീടുകളിലെ ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ആരംഭിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ഒരു മാസം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് യൂദിത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നബുക്കദ്നേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ആ ദേശങ്ങളെല്ലാം നബുക്കദ്നേസറിന്റെ കടുത്ത രോഷത്തിന് പാത്രമായി. കിലിക്യ, ദമാസ്കസ്, സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും മൊവാബ് നിവാസികളെയും അമ്മോൻ ജനതകളെയും യൂദയായിലും ഈജിപ്തിൽ ഇരു കടലുകളുടെയും തീരങ്ങൾ വരെയും വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തന്റെ സിംഹാസനത്തിന്റെയും രാജ്യത്തിന്റെയും മേൽ ശപഥം ചെയ്തു. 17-ാം വർഷം അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവന്റെ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അർഫക്സാദാസിന്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി. എക്ബത്താനായിൽ പ്രവേശിച്ച് ഗോപുരങ്ങൾ പിടിച്ചടക്കുകയും കച്ചവട സ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി. അവൻ അർഫക്സാദിനെ റഗാവു പർവ്വതനിരകളിൽ വെച്ച് ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി അവനെ പൂർണമായി നശിപ്പിച്ചു. അനന്തരം അവൻ തന്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിനവയിലേക്ക് മടങ്ങി. അവിടെ അവനും സൈന്യവും 120 ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു. നമ്മുടെ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതലുള്ള തിരുവാക്യങ്ങൾ തുടരുന്നു. ഹോളോ ഫർണസിനെ അയക്കുന്നു. നബുക്കദ്നേസർ പറഞ്ഞിരുന്നത് പോലെ 18-ാം വർഷം 1-ാം മാസം 22-ാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി അവന്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു. അവൻ തന്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തന്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവ് കൊണ്ട് വിവരിച്ചു. തന്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നബുക്കദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സൈന്യാധിപൻ ഹോളോ ഫർണസിനെ വിളിച്ചു പറഞ്ഞു, ഭൂമി മുഴുവന്റെയും അതിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു, നീ എന്റെ മുൻപിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ 1,20,000 കാലാൾപ്പടയെയും 12,000 കുതിരപ്പടയാളികളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവർ എന്റെ കൽപ്പന അനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരികയാണ്. ഭൂമുഖമാസകലം എന്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് മറയും. എന്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്നവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിന്റെ അറ്റം വരെ പായിക്കും. നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചടക്കുവിൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ അവർ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവിൻ.
ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജസ്റ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. സഭാപിതാവും രക്തസാക്ഷിയുമാണ് ജസ്റ്റിൻ. സമുന്നത സുഹൃതങ്ങളാലും അഗാധ വിജ്ഞാനത്തായും തിരുസഭയെ അലങ്കരിച്ച ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ ജസ്റ്റിൻ. തത്വജ്ഞാനിയായിരുന്ന ജസ്റ്റിൻ സൃഷ്ടാവിനെ കുറിച്ച് ഒന്നും അറിയായകയാൽ ഒരു ദിവ്യന്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും 30-ാം വയസ്സിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. രക്തസാക്ഷികളുടെ മാതൃകയാണ് ജസ്റ്റിനെ മാനസാന്തരപ്പെടുത്തിയത്. തനിക്ക് ലഭിച്ച വരദാനങ്ങൾ അപരർക്കും ലഭിക്കണമെന്ന് കരുതി റോമായിൽ പോയി ക്രിസ്തുമതം പഠിപ്പിച്ചു. പാഷണ്ഡികൾ വിഗ്രഹങ്ങളെ പൂജിക്കുവാൻ നിർബന്ധിച്ചു. കൂട്ടാക്കാത്തതുകൊണ്ട് ആദ്യം ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പിന്നീട് തലവെട്ടി ജസ്റ്റിനെയും കൂട്ടനെയും കൊന്നുകളയുകയുമാണ് ചെയ്തത്. വിശുദ്ധ ജസ്റ്റിന്റെ സഭാപിതാവും രക്തസാക്ഷിയുമായ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് ഈ ദിവസം പ്രത്യേകം യാചിക്കാം. ഇന്നു മുതല് നമ്മുടെ വീടുകളില് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ആരംഭിക്കുന്നു.